അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. പിറസത്തെ മുഅ്മിനീങ്ങളെ, ഇന്നലെ ഞങ്ങൾ ദാരിദ്ര്യ ഉണ്ടാവണമെങ്കിലത്തെ 40 വിഷയ ഞങ്ങൾ കഴിഞ്ഞ എപ്പിസോഡിൽ ഞങ്ങൾ ചർച്ചയാക്കിയ ഇണ്ട്. ആ ദാരിദ്ര്യ ಬಂದೆಂಟಾയെങ്കിൽ ಇಂದ್ರೈಟಿಗಡ ಪರಿಹಾರ, അതുപോലെ ദാരിദ്ര്യ ബറാന്തെക്കു എന്തെല്ലാം ഞങ്ങളെ കൊണ്ട് ആക്കാച്ചുടങ്ങിയത്തെ ഒരു 7 പരിഹാരങ്ങളായിട്ട് ഇന്നത്തെ ഈ ഒരു ക്ലാസ്സിൽ ഞാൻ ചെന്നുകൊണ്ടുള്ളേ. ദാരിദ്ര്യത്തെ പേടിക്കാത്തങ്ങ് ആരുമില്ലല്ലേ. ആയുസ് തന്ന കാലത്തോളം അന്തസ്സോടെ ഐശ്വര്യത്തോടെ ഒരാളെയും ആശ്രയിക്കാണ്ട് ഒരാളെ എതിർ കൈനീട്ടാണ്ട് ഇസ്സത്തിൽ ജീവിക്കണമെന്നിട്ട് ആർക്കും ആശയില്ലാത്ത ആ അടിമയായിട്ട് ഒരാളുടെ കീഴിൽ ജീവിക്കുക ഒരാൾക്കും ആഗ്രഹിക്കില്ല. അതേ സമയത്ത് ദാരിദ്ര്യം വന്നിട്ടുണ്ടെങ്കിൽ ഇതേ രൂപത്തിലുള്ള എല്ലാ അവസ്ഥയും വേറെ ഒരാളെ ആശ്രയിക്കാനായെങ്കിൽ ഒരു ഗതികേട് പണ്ട്. അപ്പോൾ അത് ബറാത്ത പോലെ ആക്കണം ഉപനായിട്ട്. ഇനി ദാരിദ്ര്യം വന്നിട്ടുണ്ടായെങ്കിൽ അത് പരിഹാര ആയിട്ട് സമ്പത്ത് അറിയാത്ത രൂപത്തിൽ നഗരമുട്ട ബറവുവനായിട്ട് മഹാന്മാർ കിതാബുൽ ചൊന്നെങ്കത്തെ അധികൃതമായിട്ടുള്ളെങ്കത്തെ 7 പരിഹാരങ്ങൾ ഞങ്ങളുടെ ചർച്ചയാക്കുക. റബ്ബുൽ ഇസ്സത്ത് ഞങ്ങൾ എല്ലാവർക്കും സന്തോഷമുള്ള ഐശ്വര്യമുള്ള ജീവിതം അള്ളാഹു എത്തുപാടി തരട്ടെ, ആമീൻ. ഒന്നാമത്തെ പരിഹാര പരിശുദ്ധമായ അള്ളാഹുടെ അസ്മാഉൽ ഹുസ്നയിൽ നിന്നയിട്ടിക്കണം. അള്ളാഹുക്ക് 99 പേരുണ്ട്. ആ പേര് എങ്ങനെ വിളിച്ചെങ്കും എവിടെ വിളിച്ചെങ്കും എപ്പോൾ വിളിച്ചെങ്കും ഇജാബത്തുണ്ടുകൊണ്ട് പരിശുദ്ധ ഖുർആനിൽ അള്ളാഹു ചോന്നുറ. അപ്പോൾ ദാരിദ്ര്യ ബറാന്തെക്കുവേനായിട്ടും വന്ന ദാരിദ്ര്യം നീങ്ങിയിട്ട് ഐശ്വര്യ ഭരണുകൊണ്ട് ചൊല്ലുടെ ഉദ്ദേശത്തിൽ നല്ല നീയത്തോടു കൂടെ യാ റസ്സാഖു ചൊല്ലുടെങ്കത്തെ ഇസ്മ ഓർത്ത 308 പ്രാവശ്യം പതിവാക്കിയിട്ടുണ്ടായെങ്കിൽ അവനക്ക് അറിയാത്ത രൂപത്തിൽ അവൻ്റെ മൈഷത്ത് വിശാലമാവുകൊണ്ടു അസ്മാഉൽ ഹുസ്നയുടെ മഹത്വം ചൊല്ലുടെങ്കത്തെ കിതാബിൽ കാണ്ട്. യാ റസ്സാഖു ചൊന്നിട്ടുണ്ടായെങ്കിൽ എല്ലാം തൻ്റെ റബ്ബേണ്ട്, റിസ്ക് തൻ്റെ റബ്ബേണ്ട് ഒരർത്ഥമുണ്ട്. അതുപോലെ എല്ലാം ജാസ്തി തൻ്റെ റബ്ബേണ്ട് ചൊന്നിട്ടു ആ റസാഖ് യാ റസാഖു ചൊല്ലുടെങ്കിത്തൊരു ഇസ്മു ആ അള്ളാഹുടെ പേര് 308 പ്രാവശ്യം ഓർത്ത പതിവാക്കലുണ്ടായെങ്കിൽ അവനക്ക് ഈ ഒരു സന്തോഷം കിട്ടുന്നുണ്ടായിട്ട് കിതാബിൽ കണ്ടത്. അത് 308 അവന് ചൊല്ലുടുത്തു പതിവാക്കരുത്. 4 ഉറക്ക ചൊല്ല, അല്ലെങ്കിൽ സുബൈ നിസ്കരിച്ചിട്ടും മഗ്രിബ് നിസ്കരിച്ചിട്ടും 2 പക്ക 4 308 പ്രാവശ്യം ചൊല്ല. ഇനി അതുമല്ലണ്ടായെങ്കിൽ സൗകര്യം ആവണങ്ങ എല്ലാ നിസ്കാരത്തിൽ പിന്നെ 5 വക്ത് നിസ്കാരത്തിൽ പിന്നെ 308 ബക്ക പതിവാക്കലുണ്ടായെങ്കിൽ നല്ല നീയത്തോടെ ഉറച്ച വിശ്വാസത്തോടു കൂടെ പരിഹാരം കിട്ടണമെന്ന് ചൊല്ലുടെ ഉദ്ദേശം വെച്ചിട്ട് ഓർത്ത ചൊന്നുണ്ടായെങ്കിൽ അവൻ്റെ എല്ലാ ബുദ്ധിമുട്ടും നീങ്ങിയിട്ട് അവനക്ക് അറിയാത്ത രൂപത്തിൽ സമ്പത്ത് പണ്ടിട്ട് അസ്മാഉൽ ഹുസ്ന വിശദീകരിക്കടെ കിതാബിൽ കാണ്ട്. ഇത് ഒന്നാമത്തെ പരിഹാരം ആയിട്ടേക്കട്. രണ്ടാമത്തെ പരിഹാരവും പരിശുദ്ധമായ അസ്മാഉൽ ഹുസ്നയിൽ നിന്ന് തന്നെ ആയിട്ടേക്കിടും. യാ ഫത്താഹു ചൊല്ലുടെങ്കത്തെ ഒരു പേര് അള്ളാഹുടെ ഇസ്മ 489 ബക്ക ഓർത്ത പതിവാക്കലുണ്ടായെങ്കിൽ 489 അവനക്കും ഇതേ ഒരു പരിഹാരം കിട്ടുന്നുണ്ടായിട്ട് എല്ലാ കടങ്ങളും തീർന്നിട്ട് ദാരിദ്ര്യം ദൂരമായിട്ട് മൈഷത്ര മാർഗ എളുപ്പമായിട്ട് കിട്ടുന്നിട്ട് മഹാന്മാർ ചൊന്നറാറ് യാ ഫത്താഹു ഉണ്ടു 489 ബക്ക അവന് ചൊല്ലുണ്ടായെങ്കിൽ അതിനുപടെ ചൊന്ന ബലമേ 3 രൂപത്തിലും ചൊല്ല. 4 ഓർക്ക മാത്രം 489 ചൊല്ലി, അല്ലെങ്കിൽ സുബൈ നിസ്കരിച്ചിട്ടും മഗ്രിബ് നിസ്കരിച്ചിട്ടും 4 2 ബക്ക ചൊല്ലി. ഇനി അങ്ങനെയുള്ള സൗകര്യം ആവണമെങ്കിൽ നല്ല നീയത്തോടു കൂടെ 5 വക്ത് നിസ്കാരത്തിൽ പിന്നെയും ഈ ഒരു ദിക്കർ യാ ഫത്താഹു ചൊല്ലുടെങ്കത്തെ ദിക്കർ 489 ബക്ക ചൊന്നുണ്ടായെങ്കിൽ അതും അവൻ്റെ എല്ലാ പ്രശ്നങ്ങളും പരിഹാരമായിട്ട് അവനക്ക് ദാരിദ്ര്യം നീങ്ങിയിട്ട് പൈസ ജാസ്തി കിട്ട് ചൊന്നിട്ടു മഹാന്മാർ ചൊന്നറാറ്. ഇത് രണ്ടാമത്തെ പരിഹാരമായിട്ടേക്കിടും. ദാരിദ്ര്യം ഇല്ലാണ്ടായിട്ട് സമ്പത്ത് കിട്ടുണുകുവാനായിട്ടുള്ളെങ്കിൽ മൂന്നാമത്തെ പരിഹാര അതും പരിശുദ്ധമായ അസ്മാഉൽ ഹുസ്നയിൽ നിന്ന് തന്നെ ആയിട്ടേക്കിട്. യാ വക്കീലു യാ വാസിഉ യാ കരീമു. യാ വക്കീലു യാ വാസിഉ യാ കരീമു ചൊല്ലുടെങ്കത്തെ ഈ ഇസ്മുകൾ 474 424 ബക്ക ഓർത്ത ഇത് 3 ഒട്ടിಗೆ ചൊല്ലുണ്ടായെങ്കിൽ
അവനുകും അവൻ്റെ എല്ലാ മൈഷത്ര മാർഗ വിശാലമായിട്ട് റിസ്ക് വിശാലമായി കിട്ടുന്നുണ്ട് മഹാന്മാർ ചൊല്ലാറ്. അതും 3 രൂപത്തിൽ ചൊല്ല സാധ്യ അവിടെങ്ങ 4 ഉറുക്ക പതിവാക്കുക. ഇനി അങ്ങനെയല്ല സുബഹിസ്കരിച്ചിട്ടും മഗ്‌രിബിസ്കരിച്ചിട്ടും 2 പക്ക ചൊല്ലങ്ങ എങ്കിൽ അതും അൽഹംദുലില്ലാ. ഇനി അങ്ങനെയല്ല 3 പക്ക 5 വക്ത് നിസ്കാരത്തിൽ പിന്നെയും ഇത് ചൊല്ലുക സാധിക്കലുണ്ടായെങ്കിൽ നിസ്കരിക്കുകയില്ലാത്തങ്ങ പിന്നെ ആ ടൈം ആകുമ്പോൾ ചൊന്നെങ്കിൽ ദിക്കറല്ലേ, പ്രോബ്ലം ഇല്ല. അങ്ങനെ ഈ 3 ദിക്കർ യാ കരീം യാ വക്കീലു യാ വാസിഉ യാ കരീമു ചൊല്ലുങ്കത്തെ ഈ 3 ദിക്കർ ഒട്ടിಗೆ അവന് ചൊന്നുണ്ടായെങ്കിൽ അവനുകും എൻ്റെ എല്ലാ മൈഷത്ര ബാധൽ തുറന്നു കിട്ട് അവനറിയാത്ത രൂപത്തിൽ അവൻ്റെ ജീവിത മാർഗങ്ങളും അപ്രതീക്ഷിതമായ രൂപത്തിൽ കിട്ടുന്നുണ്ട്. അസ്മാഉൽ ഹുസ്ന വിശദീകരിക്കണമെങ്കിൽ മഹാന്മാർ ചൊല്ലാറ്. ഇത് 3ാമത്തെ പരിഹാരമായിട്ട്. ദാരിദ്ര്യം ഇല്ലാണ്ടാവുള്ളെങ്കിൽ 4ാമത്തെ കാര്യം ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങ പടിപ്പാട്ടിങ്കത്തെ ഒരു സൂറത്തേറ്റിക്കിടും. സൂറത്തുൽ വാഖിയ ഓതുറൗത്തു ദാരിദ്ര്യ ബരലാണ്ട് പൊന്നാര ഹബീബ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങ ഹദീസിലങ്ങ് പടിപ്പാട്ടി തന്നത്. മാത്രമല്ല നബി തങ്ങ ചൊന്നൊരു നിങ്ങളെ പെഞ്ഞയും മാറട്ട അതുപോലെ അല്ലെങ്കിൽ നിങ്ങളെ പെൺമക്കൾക്ക് നിങ്ങൾ സൂറത്തുൽ വാഖിയ പടിപ്പാട്ടി കൊടുക്കുറു. അങ്ങ് 4 സൂറത്തുൽ വാഖിയ ഔത്ത് ഓതട്ട് ഓതിയുണ്ടായെങ്കിൽ ആ ഔത്ത് ദാരിദ്ര്യം വരേ ബരലാണ്ട് ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങ പടിപ്പാട്ടിര്. പണ്ടത്തെ ഉമ്മമാർ അജ്ജിമാരല്ല സൂറത്തുൽ വാഖിയ എല്ലാ നാളും ഔത്തുള്ളു അങ്ങവും ഓതിക്കൊണ്ടിരുന്നാറ്. അങ്ങനെ പുള്ളിമാർ മക്കട്ടുള്ള ഓതുപാട്ടി കൊണ്ടിരുന്നാറ്. ഇപ്പല്ലത് അസ്തമിച്ച് പോയോണ്ടുണ്ടു. അത് പതിവാക്കലുണ്ടായെങ്കിൽ നബി തങ്ങ ചൊന്നതുപോലെ ഞങ്ങളെ ഔത്തുള്ളൂ ദാരിദ്ര്യം ഇല്ലാണ്ടായിട്ട് ധാരാളം സമ്പത്തുകൾ അറിഞ്ഞിട്ടും അറിയാത്ത രൂപത്തിലും നിങ്ങൾക്ക് ബന്ധത്തിലുണ്ടായിട്ടേക്കിട് അതിൽ നിങ്ങൾക്ക് മനസ്സിലാക്കുക. അവിടെ ബഹുമാനപ്പെട്ട അബ്ദുല്ലാഹിബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു രോഗശയ്യയിൽ അവസാനത്തെ കാലത്തിൽ രോഗബാധിതനായിട്ട് രോഗശയ്യയിൽ കിടക്കുന്ന ടൈമിലും അണ്ടത്തെ ഖലീഫയായിട്ട് തന്നെ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു അയാളെ കാണുക പോയിട്ട് എല്ലാ വിഷയങ്ങൾ അയാളുടെ ആരോഗ്യത്തെ വിചാരണ അത് ഇതെല്ലാം കേട്ടൽ പിന്നെ ലാസ്റ്റ് ഒരു ക്വസ്റ്റ്യൻ കേൾക്കിട് ഖലീഫ എന്ന നിലക്ക് നിങ്ങൾക്ക് ഞാൻ എന്തെങ്കിലും ഹെൽപ്പാക്കണ എന്തെങ്കിലും സഹായാക്കി തരണാണ്ട് ഉസ്മാൻ റളിയല്ലാഹു അൻഹു കേട്ടിട്ടാകുമ്പോൾ അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു ചൊല്ലു വേണ്ട നക്കെന്തും വേണ്ട നിങ്ങൾ നക്ക് എന്തും ഹെൽപ്പാക്കോ സഹായാക്കോ എന്തും അതിന് അഗത്യം എന്തും ഇല്ലാണ്ട്. അപ്പോൾ ഉസ്മാൻ റളിയല്ലാഹു അൻഹു കേൾക്കിട് നിങ്ങളെ മരണശേഷം നിങ്ങൾക്ക് കുറേ പെൺമക്കളുള്ളാറല്ലേ, നിങ്ങളെ മരണശേഷം ആ പെൺമക്കൾക്ക് ഉപകാരം കിട്ടുമല്ലേട്ട് ബഹുമാനപ്പെട്ട ഉസ്മാൻ റളിയല്ലാഹു അൻഹു കേട്ടിട്ടാകുമ്പോൾ അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു ഒരു ഉത്തരം ചൊന്നൊരു 1.5 ഉത്തരമുണ്ട്. യാ അമീർ അൽ മുഅ്മിനീൻ നൻ്റെ പെൺമക്കളെ നക്കിയ ടെൻഷൻ ഇല്ല, പിന്നെ എന്ത് നിങ്ങൾ ടെൻഷൻ ആക്കണേ? കാരണം നൻ്റെ പെൺമക്കൾ എല്ലാ നാളും സൂറത്തുൽ വാഖിയ പതിവായിട്ട് ഓതുര പെൺമക്കായിട്ടേക്കിടും. സൂറത്തുൽ വാഖിയ ഓതുര ഔത്തുകു ദാരിദ്ര്യ ബരേ ബരലാണ്ട് പടിപ്പാട്ടിയത് ഞങ്ങളെ ഹബീബായിട്ടേക്കിട്. അതുകൊണ്ട് നക്ക് അത് ടെൻഷനേ ഇല്ല. മക്കളുടെ കാര്യങ്ങൾ അള്ളാഹു നോക്കുക. അങ്ങ് സൂറത്തുൽ വാഖിയ പതിവാക്കിയ പെൺമക്കാണ്ട് ബഹുമാനപ്പെട്ട അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു ചൊന്നിട്ട് ഇന്നുണ്ടായെങ്കിൽ ഇത് ഒരു വലിയ പരിഹാരമായിട്ടേക്കിട് ഞങ്ങൾക്ക് കിട്ടുമെങ്കിൽ ഏറ്റവും വലിയ പരിഹാരമായിട്ടേക്കിട് ഈ പരിഹാര ഇത് ഞങ്ങൾ ഇൻഷാ അല്ലാഹ് ഞങ്ങളെ കുടുംബത്തിൽ ഞങ്ങളെ ഔത്തുരു ഞങ്ങളുടെ ജീവിതത്തിൽ പതിവാക്കുകയും ഞങ്ങൾ നോക്കാം. ഇതിൻ്റെ കാരണത്തിൽ പണ്ട് ദാരിദ്ര്യവും എല്ലാം നീങ്ങിപ്പോണ്ടു ബന്നതെല്ലാവും മാഞ്ഞിപ്പോണ്ടുണ്ടായിട്ടേക്കിട് ഈ ചരിത്രത്തിൽ നിന്ന് ഞങ്ങൾ മനസ്സിലാക്കുക. അവിടെ ദാരിദ്ര്യം ഇല്ലാണ്ടാവുക 5ാമത്തെ പരിഹാരമാണ് നബി തങ്ങൾ പടിപ്പാട്ടുള്ളത് സൂറത്തുൽ ഇഖ്ലാസ് ഖുൽ ഹുവല്ലാഹു അഹദ് ചൊല്ലടങ്ങിയത്തെ ആ സൂറത്ത് ധാരാളം ഞങ്ങളുടെ ജീവിതത്തിൽ പതിവാക്കൊണ്ടുണ്ടായിട്ടേക്കണം. അങ്ങനെ പതിവാക്കിയുണ്ടായെങ്കിൽ ദാരിദ്ര്യം ഇല്ലാണ്ടായിട്ട് ബേനായ സമ്പത്തെല്ലാം അറിയാത്ത രൂപത്തിൽ ഞങ്ങൾ പണ്ടിട്ട് മഹാനായ നബി തങ്ങൾ ഞങ്ങൾക്ക് വടിപ്പാട്ടി തന്നത്. ഒരു സ്വഹാബി ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ മുട്ട വന്നിട്ട് ദാരിദ്ര്യം ഉണ്ട് ചെന്നിട്ട് പുൽപ്പിട്ടിട്ടാകുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അയാൾക്ക് സമാധാനാക്കിയിട്ട് ചൊന്നത് നിങ്ങൾ സൂറത്തുൽ ഇഖ്ലാസ് പതിവാക്കാറുണ്ടായിട്ടേക്കട്. സൂറത്തുൽ ഇഖ്ലാസ് പതിവാക്കിയുണ്ടായെങ്കിൽ നിങ്ങൾക്ക് അത് പരിഹാരമാവിടൂ. നിങ്ങൾ ഇന്റിൽ പിന്നെ സൂറത്തുൽ ഇഖ്ലാസ് ഖുൽ ഹുവല്ലാഹു അഹദ് ഓതുകോ നിങ്ങൾ സ്റ്റാർട്ടാക്കാറുണ്ട് ചെന്നിട്ടാകുമ്പോൾ സന്തോഷത്തോടു കൂടെ ആ സ്വഹാബി തിരിച്ചു കൊണ്ടുപോകും. കുറേ നാൾ കഴിഞ്ഞാൽ പിന്നെ ഭാര്യ കൊസ്സിയിൽ വന്നിട്ട് നബി തങ്ങളുടെ ചൊല്ലു യാ റസൂലല്ലാഹ് അങ്ങ് ചൊന്നതുപോലെ നിങ്ങൾ ചൊന്നതുപോലെ സൂറത്തുൽ ഇഖ്ലാസ് പതിവാക്കിയിട്ടാകുമ്പോൾ
എൻ്റെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ വന്ന് നബിയെ, അറിയാത്ത രൂപത്തിൽ സമ്പത്ത് നക്ക് ബന്ധു നബിയെ, എൻ്റെ ദാരിദ്ര്യം എല്ലാം ഇല്ലാണ്ടവിടെ ഒരു ലക്ഷണമായിട്ട് എൻ്റെ ജീവിതത്തിൽ കണ്ടോണ്ടില്ലേ നബിയെ, നിങ്ങൾ ഇനിയും ദ്വാരക്കൊണ്ടുണ്ടു നബി തങ്ങളുടെ സന്തോഷം ചൊന്നിട്ട് പോയിട്ട് എന്തുണ്ടായെങ്കിൽ ഇതെല്ലാം ഞങ്ങളെ ഹാഷിയത്തു സ്വാവി ചൊല്ലൊരു കിതാബിലെല്ലാം കണ്ട ഒരു സ്റ്റോറി ആയിട്ടേക്കിടും. ഏതായാലും സൂറത്തുൽ ഇഖ്ലാസ്, ഖുൽ ഹുവല്ലാഹു അഹദ് ധാരാളം ഓതുർദു. ഒരു നാളുക ഇത്ര നിശ്ചയിച്ചിട്ട് ഞങ്ങളെ സൗകര്യം, അത് പ്രത്യേകമായിട്ട് കണക്കൊന്നും ചൊന്നിട്ടില്ല, നിശ്ചയിച്ചിട്ട് ഒരു ഞങ്ങൾക്ക് സൗകര്യം അവിടുത്തെ ഒരു ഖുൽ ഹുവല്ലാഹു ഒരു സംഖ്യ ഞങ്ങൾ ഓതി തീർക്കണ്ടായെങ്കിൽ ദാരിദ്ര്യം ഇല്ലാണ്ടാവുകയുള്ളെങ്കിൽ വലിയ മറന്ന് അതായിട്ട് കയറിയിട്ട് ഈ ഒരു സംഭവത്തിൽ നിന്ന് ഞങ്ങൾക്ക് മനസ്സിലാക്കാം. ദാരിദ്ര്യം ഇല്ലാണ്ടായിട്ട് ബറക്കത്ത് പറകുവാനായിട്ടുള്ളെങ്കിൽ ആറാമത്തെ പരിഹാര ഇസ്തിഗ്ഫാർ അധികരിപ്പിക്കുക ആയിട്ടേക്കട്. അസ്തഗ്ഫിറുല്ലാഹൽ അലീം, അസ്തഗ്ഫിറുല്ലാഹൽ അലീം ചൊല്ലുടെങ്കിൽ ദിക്ർ ധാരാളം പതിവാക്കിയുണ്ടായെങ്കിൽ ആ പതിവാക്കറ ഉണുകു സമ്പത്ത് അധികരിക്കുന്നുണ്ടായിട്ട് മഹാന്മാർ ചൊന്തന്നില്ല. കാരണം ചെയ്തു പോയ ദോഷങ്ങളെ തൊട്ട് അള്ളാഹുട്ട മാപ്പ് കേൾക്കുമ്പോൾ അള്ളാഹു ഞങ്ങൾക്ക് റഹ്മത്ത് ചെയ്ത് തന്നുകൊണ്ടിരിക്കട. ആ സമയത്തിൽ ഞങ്ങൾക്ക് ധാരാളം നിയമത്തും റഹ്മത്തും ബറക്കത്തും വന്നിട്ട് ദാരിദ്ര്യം ഇല്ലാണ്ടാവുന്നുണ്ട് മഹാന്മാർ ചൊന്നറാറ്. ബഹുമാനപ്പെട്ട ഹസൻ അലി അള്ളാഹു വന്നിട്ട ഒരാൾ നക്ക് ദാരിദ്ര്യം ഉണ്ടോ, ദാരിദ്ര്യം എന്നതുകൊണ്ട് നക്ക് എന്തു ആക്കുകയില്ല, സ്വറന്തും ഇല്ല, കുടുംബത്തെ ബൽത്തോ ഭാരി കഷ്ട ആവുന്നുണ്ട്. ഹസൻ അലി അള്ളാഹു വന്നിട്ട് വന്നിട്ട് ഒരാൾ ഒരു ക്വസ്റ്റ്യൻ കേട്ടിട്ടുണ്ടാകുമ്പോൾ ബേജാറ് ചൊന്നിട്ടാകുമ്പോൾ ഹസൻ അലി അള്ളാഹുന്ന് ചൊന്ന മറുപടി അത് നിങ്ങൾ ഇസ്തിഗ്ഫാർ ചൊല്ലോറുമായിട്ടേക്കിട്, അസ്തഗ്ഫിറുള്ള അധികരിപ്പിക്കോറുണ്ടായിട്ടേക്കിട്. അങ്ങനെ ഇസ്തിഗ്ഫാർ അധികരിപ്പിച്ചുണ്ടായെങ്കിൽ നിങ്ങൾക്ക് ധാരാളം റഹ്മത്തും ബറക്കത്തും കിട്ടിയിട്ട് വേറെ കുറേ ഹദീസുള്ള സ്ഥിരപ്പെട്ടതായിട്ടേക്കിട്. ആ ഹദീസുകൊന്നും ഊടെ കടക്കാണ്ട് ഞങ്ങളെ ആറാമത്തെ പരിഹാരമായിട്ട് അസ്തഗ്ഫിറുള്ള അധികരിപ്പിക്കുന്നത് ഞങ്ങൾക്ക് പതിവാക്കാം. ഞങ്ങൾ സൗകര്യം പോലെ 101 അല്ലെങ്കിൽ 313 4 ഉറുക്ക അല്ലെങ്കിൽ 4 ജണ്ട് വെക്ക സുബഹിയും മഗ്രിബിൽ, പിന്നെ അല്ലെങ്കിൽ എല്ലാ 5 വക്ത് നിസ്കാരത്തിൽ പിന്നെ ഒരു സംഖ്യ കണക്കാക്കിയിട്ട് അസ്തഗ്ഫിറുള്ള പതിവാക്കിയെടുത്തും ദാരിദ്ര്യം ഇല്ലാണ്ടാവുകയുള്ളെങ്കിൽ വലിയൊരു പരിഹാരമായിട്ട് ഈ സംഭവത്തിൽ നിന്ന് ഞങ്ങൾക്ക് മനസ്സിലാക്കാവുള്ളൂ. ഇനി ഏഴാമത്തെ പരിഹാര ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി തങ്ങ ഹദീസിൽ പഠിപ്പാട്ടെങ്കിൽ ഒരു ദിക്റായിട്ടിക്കട്. ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയ്യിൽ അലീം, ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയ്യിൽ അലീം ചൊല്ലണമെങ്കിൽ ഈ ദിക്ർ ഓർത്ത പതിവാക്കലുണ്ടായെങ്കിൽ അവനക്ക് ദാരിദ്ര്യ ബണ്ടില്ലാണ്ട് മാത്രമല്ല അവൻ്റെ മാനസികമായ നെമ്മതി അവനക്ക് കിട്ട്, മനസ്സിലിരുന്ന ടെൻഷൻ എല്ലാം ദൂരത്തായിട്ട് അവനക്ക് നല്ലൊരു റാഹത്തുള്ള ജീവിതവും അതുപോലെ മൈഷത്ര ബാധൽ തുറന്നു കിട്ടുന്നുണ്ടും അതുപോലെ റിസ്ക് വിശാലമാവുന്നുണ്ടും അറിയാത്ത രൂപത്തിൽ ഭക്ഷണങ്ങൾ അവനക്ക് എത്തുന്നുണ്ടും കുടുംബത്തിൽ സന്തോഷം നിലനിൽക്കുന്നുണ്ട് ഹദീസിൽ വന്നതായിട്ട് കണ്ട്. ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയുൽ അലീമേറ്റിക്കിട് ആ ദിക്ർ ഇതും ഞങ്ങൾ പതിവാക്കിയുണ്ടായെങ്കിൽ റബ്ബുൽ ഇസ്സത്തായ അള്ളാഹു ഞങ്ങളെ ദാരിദ്ര്യത്തെ തൊട്ട് ഞങ്ങളെ കാത്തു രക്ഷിക്കുവാണ്ടായിട്ടിക്കിട്. ഇത്ര എല്ലാ സംഭവങ്ങളിൽ നിങ്ങൾക്ക് മനസ്സിലാവിടെ. ടോട്ടലി ഞാൻ ചൊന്നുകൊണ്ട് വന്നത് 7 പരിഹാരങ്ങൾ ഞങ്ങൾ ഇന്നത്തെ ക്ലാസ്സിൽ ഞങ്ങൾ നിർദ്ദേശനാക്കിയ ഈ 7 പുറത്തെ പതിവാക്കലുണ്ടായെങ്കിൽ അവന് കൊണവണ്ണുണ്ടായെങ്കിൽ അവന് പാലിക്കലുണ്ടായെങ്കിൽ പിന്നെ അതിൽ ഡൗട്ടേ ഇല്ല. ഇതിൽ ഏതെങ്കിലും ഒന്നും നല്ല ഇനിയത്തോടു കൂടെ അവന് പതിവാക്കലുണ്ടായെങ്കിൽ അത് മാത്രം അവനുക്ക് മയ്യവും ഈ ദാരിദ്ര്യം ഇല്ലാണ്ടാവുകൊണ്ടു മഹാന്മാരെ ചൊന്നത് കിതാബിൽ നിന്നേറ്റിക്ക് ഞാൻ ഉദ്ധരിക്കരെ. അർഹമുറാഹിമായ അള്ളാഹുവേ, ഞങ്ങൾ എല്ലാ ആൾമാർക്കും ദാരിദ്ര്യമില്ലാത്ത സന്തോഷമുള്ള ബറക്കത്തുള്ള ഇസ്സത്തുള്ള ഒരാളെ എതിർള്ള കൈനീട്ടിനെങ്കത്തെ ഗതികേട് വരാത്തെങ്കത്തെ സുന്ദരമായ ജീവിതം നീ എത്തുപാട്ടി തരണേ അല്ലാ. റബ്ബേ, ഇസ്സത്തോടുകൂടെ അന്തസ്സോടുകൂടെ റബ്ബേ ഒരാളെയും ആശ്രയിക്കാണ്ട് ജീവിച്ചിട്ട് ഹൈറായ സമയത്ത് മരിച്ചു പോണ്ടെങ്കത്തെ അവസ്ഥ ഞങ്ങളെ ഉമ്മ അബ്ബ എലങ്ങമൂത്തങ്ങ പെഞ്ഞേമക്ക അലിയാക്കമാർ കുഞ്ഞിമ്മമാർ ഇങ്ങനെ തുടങ്ങി ഞങ്ങളുടെ കുടുംബത്തെ ഓരോരോ മെമ്പർമാരും അതുപോലെ ഞങ്ങൾക്ക് പഠിക്കട കാലം മുതൽ ഈ നിമിഷത്തോളം ചോറ് തന്നങ്ങ അതുപോലെ ഞങ്ങളെ ക്ലാസ് ഡെയിലി കേട്ടിട്ട് അതിൽ വേറെ ആളുകൾ കടത്തി കൊടുക്കുന്ന ആൾമാർ അതുപോലെ ഞങ്ങൾ മുത്താലിമീങ്ങൾക്ക് ദർസും സഹായിക്കടങ്ങ ഗൾഫ് കമ്മിറ്റി ബാംഗ്ലൂർ കമ്മിറ്റി അങ്ങനെ തുടങ്ങിയ ധാരാളം മുഅ്മിനീങ്ങ ഉള്ള അള്ളാഹു എല്ലാ ആൾമാർക്ക് അങ്ങനെയും ഞങ്ങളെയും ജീവിതം സന്തോഷമാക്കിയിട്ട് ആഖിബത്ത് നന്നായി മരിക്കുള്ള ഭാഗ്യം നീ നൽകണേ അല്ലാഹ്. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ.